അമേരിക്ക ആഗ്രഹിക്കുന്നതും ഇന്ത്യ വളരെ ശ്രദ്ധാപൂർവം ചുവടുവെക്കുന്നതുമായ കാര്യമാണ് ബ്രിക്സിലെ ഒരു സാന്നിധ്യം. അപ്പം അമേരിക്ക നയിക്കുന്ന ലോക ക്രമത്തിനെതിരെയുള്ള ഒരു വികസ്വര രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് റഷ്യ, ചൈന, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. രാഷ്ട്രീയം എന്ന് പറയാനാവില്ല, ഒരു സാമ്പത്തിക ക്രമീകരണമാണ്, ഒരു ബദലാണ് ബ്രിക്സ്. ബ്രിക്സിന് ഒരു ബാങ്ക് ഉണ്ട്. പരസ്പരം ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം നടത്താൻ പ്രോത്സാഹനമുണ്ട്. ബ്രിക്സിന്റെ ആവശ്യങ്ങൾ പരസ്പരം പൂരകങ്ങളാണ്. പക്ഷെ ഒറ്റ പ്രശ്നം, ചൈനയും ഇന്ത്യയും തമ്മിൽ ചേരില്ല. അപ്പൊ അതൊരു വലിയ വിഷയമാണ്. ബ്രസീൽ, റഷ്യ, ചൈന, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ഇതാണ് ഒറിജിനൽ രാജ്യങ്ങൾ. അതോടൊപ്പം തന്നെ 5 പുതിയ രാജ്യങ്ങളും കൂടി ചേർന്നിരിക്കുന്നു. അപ്പൊ ലോക സമ്പദ് വ്യവസ്ഥയുടെ 27.8% ബ്രിക്സിന്റേതാണ്. ഇപ്പോൾ 2024 അവസാനത്തെ കണക്കുകളാണ്. 2025 അവസാനത്തെ കണക്കുകൾ വരുമ്പോൾ, ഇപ്പോൾ വന്നിട്ടില്ല, വരുമ്പോൾ അത് 32% മാറുകയാണ്. അപ്പൊ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും എല്ലാം ചേർന്ന G7, യൂറോപ്യൻ യൂണിയൻ എല്ലാ രാജ്യങ്ങളുള്ള G7ന്റെ സമ്പദ് വ്യവസ്ഥയേക്കാൾ അത് 2025 അവസാനം 28.9, ഇപ്പോൾ 28.1 28.9 ബില്യൺ. ആ ഒരു അവസ്ഥയിലേക്ക് അത്രയും ശതമാനമായിട്ട് അവിടെ തറച്ചു നിൽക്കുകയാണ്. ഭാവി വളർച്ച സാധ്യത തീർച്ചയായും ബ്രിക്സ് രാജ്യങ്ങൾക്കാണ്. അത് മാത്രമല്ല, ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 1,00,000 കോടി US$ തുല്യമാണ്. 1 lakh crore. ഒന്ന് ആലോചിച്ചോ, ഒന്നിനു ശേഷം 0 ഉപ്പാട് വരും. അത്രയും വലിയ വ്യാപാരം. അതിന്റെ പകുതിയും ഇപ്പോൾ പ്രാദേശിക കറൻസിയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഡോളറൈസേഷൻ ആണ് അവിടെ നടക്കുക. അതായത് ഡോളർ ടേംസിലല്ല കച്ചവടം, മറിച്ച് ഇന്ത്യ റഷ്യയും തമ്മിലുള്ള കച്ചവടം ഏതാണ്ട് പൂർണ്ണമായും റൂബിൾ ടേംസിലാണ്. ചൈനയും ഇന്ത്യയുടെ തമ്മിലുള്ള കച്ചവടം അങ്ങനെയല്ല എന്ന് മാത്രമേ ഉള്ളൂ. ചൈനയും റഷ്യയും തമ്മിലുള്ള കച്ചവടം യുവാൻ റൂബിൾ ടേംസിലാണ്. ബ്രസീൽ, ഇന്ത്യ, ഇതെല്ലാം തന്നെ വ്യാപാരങ്ങൾ അതത് കറൻസിയിൽ നടക്കുമ്പോൾ ഡോളറിന് ആഗോള പ്രസക്തി നഷ്ടപ്പെടും. ഇപ്പോഴേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഡോളറിന്റെ മേധാവിത്വം പോയാൽ പിന്നെ അമേരിക്കയില്ല. ഇത് നന്നായി ട്രംപിനറിയാം. അതുകൊണ്ടാണ് ഇന്ത്യയോട് പറയുന്നത്, യൂട്യൂബ് ബ്രൂട്ടസ്, ഇന്ത്യ ബിവെയർ. നിങ്ങൾ റഷ്യയുമായും ചൈനയുമായും ബ്രിക്സിലൂടെയുള്ള സാമ്പത്തിക സഹകരണം കുറച്ചുകൊണ്ട് വന്നേ മതിയാവൂ. അമേരിക്കയുടെ അന്ത്യശാസനമാണ്. ഇതെല്ലാം നിന്നു കൊടുക്കാൻ ഇന്ത്യ അങ്ങനെ അങ്ങോട്ട് തയ്യാറാവില്ല. കാരണം ചരിത്രപരമായി ഇന്ത്യ പിന്തുണച്ചത് റഷ്യയാണ്. ഓർക്കുക, 71 യുദ്ധത്തിൽ അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ബേ ഓഫ് ബംഗാളിൽ ബംഗ്ലാദേശ് യുദ്ധ സമയത്ത് നിലയുറപ്പിച്ചപ്പോൾ റഷ്യൻ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇവർ തമ്മിലുള്ള സവിശേഷ ബന്ധമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് അനുകൂലമായി പ്രവർത്തിച്ചത്. അതുകൊണ്ട് ചരിത്രത്തിലെ ഒരു ഘട്ടത്തിലും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല എന്നോർക്കണം. അതുമാത്രമല്ല, പാകിസ്ഥാന് ഒളിഞ്ഞും തെളിഞ്ഞും എക്കാലത്തും അമേരിക്ക സഹായം ചെയ്തിട്ടുമുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഈ അടുത്ത കാലത്ത് വരുന്നു. നോക്കൂ, പാകിസ്ഥാനിൽ എണ്ണ പര്യവേഷണം, സിന്ധ് മേഖലയിൽ, ദക്ഷിണ പാകിസ്ഥാനിൽ, പ്രത്യേകിച്ച് കടൽ മേഖലയിൽ എണ്ണ നിക്ഷേപമുണ്ടെന്നാണ് കണ്ടെത്തൽ. അത് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ടെക്നോളജി പാകിസ്ഥാന്റെ കൈവശമില്ല. ടെക്നോളജി കൊടുക്കാൻ അമേരിക്ക തയ്യാറാണ്. ജോയിന്റ് വെഞ്ചേഴ്സിന് അമേരിക്ക തയ്യാറാണ്. അങ്ങനെയെങ്കിൽ ട്രംപ് പറഞ്ഞു വെച്ചു കഴിഞ്ഞ ദിവസം, ഒരുപക്ഷെ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുന്ന കാലം അതിവിദൂരമല്ല എന്ന് വരെ പറഞ്ഞു വെച്ചു. മാത്രമല്ല, ട്രംപ് നോബൽ സമ്മാനം വാങ്ങാനിരിക്കുകയാണ്. പാകിസ്ഥാന്റെ അസീം മുനീറിനെ വിളിച്ച് ലഞ്ചും ഡിന്നറും ഒക്കെ കൊടുത്ത് നൊബേൽ സമ്മാനത്തിനുള്ള ഒരു സാക്ഷ്യപത്രം എഴുതി വാങ്ങി. ഇസ്രായേലും പാകിസ്ഥാനുമാണ് അമേരിക്കയ്ക്ക് നോബൽ സമ്മാനം, ട്രംപിന് പീസിന്, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കണമെന്ന് നോബൽ സമാധാന കമ്മിറ്റിയോട് അഡ്വൈസ് ചെയ്യുന്നെന്ന് ഓർക്കണം. അപ്പോൾ പാകിസ്ഥാനെ ഒന്നും അങ്ങനെ പൂർണ്ണമായി വിട്ടുകളയാൻ ട്രംപ് തയ്യാറാവില്ല എന്ന ബോധ്യവുമുണ്ട്. അതുകൊണ്ടാണ് സുരക്ഷാ വിഷയത്തിൽ അടുത്ത ഘട്ടം, ഇപ്പം ഇന്ത്യ റഷ്യ ബന്ധം തുടരേണ്ടതിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ കച്ചവടം, വ്യാപാരം, സൈനിക മേഖലയിലേക്കും കടന്നു കയറണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു. പ്രധാനമന്ത്രി മോദിക്കൊരു ഉപദേശം കൊടുത്തു. ഞങ്ങളുടെ F-35 സ്റ്റെൽത്ത് വിമാനങ്ങൾ നല്ലതാണ്, വേണമെങ്കിൽ നിങ്ങളായതുകൊണ്ടും നിങ്ങൾ സുഹൃത്തായതുകൊണ്ടും തരാം. പക്ഷേ $10 കോടി വില വരും ഒരു വിമാനത്തിന്. തരാം, അത്യന്താധുനികമാണ്, സ്റ്റെൽത്ത് ആണ്.
റഡാറുകളെയൊക്കെ വെട്ടിച്ച് പായാൻ കഴിയുന്ന സ്റ്റെൽത്താണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടല്ലോ. അമേരിക്കയുടെ വിമാനങ്ങൾ നിലവിൽ ഇന്ത്യ കാര്യമായി ഉപയോഗിക്കുന്നില്ല എന്ന് ഓർക്കണം. ഇന്ത്യ മിറാഷ്, ഫ്രഞ്ച് നിർമ്മിത മിറാഷ്, ബ്രിട്ടീഷ് നിർമ്മിത ജാഗ്വാർ, ഫ്രഞ്ച് നിർമ്മിതമായ മറ്റു വിമാനങ്ങൾ, റഫാൽ ഉൾപ്പെടെയുള്ള ഏറ്റവും ആധുനികമായ ലേറ്റസ്റ്റ് വിമാനങ്ങൾ, റഷ്യയുടെ സുഖോയ് വിമാനങ്ങൾ എന്നിവയെല്ലാമാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരമല്ല, അതോടൊപ്പം തന്നെ അമേരിക്കയുടെ വിമാനങ്ങൾ കൂടി ഉപയോഗിക്കാൻ ഇനിയിപ്പോ ഇന്ത്യ തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് കാര്യമൊക്കെ കൊള്ളാം, കൂട്ട വ്യാപാരമൊക്കെ ഉണ്ട്. പക്ഷേ ഈ അടവശിഷ്ട നില മെച്ചമാകാൻ വേണ്ടി മാത്രമായി അമേരിക്കയിൽ നിന്നും വലിയ വിലയ്ക്ക് വിമാനങ്ങൾ, പ്രത്യേകിച്ച് ഇത്തരം വിമാനങ്ങൾ F-35 വിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ തയ്യാറാവില്ല. അതിനു പകരം റഷ്യ തയ്യാറാണ്. Su-57 വിമാനങ്ങൾ നല്ല വിമാനങ്ങളാണ്, അതിന് ഇക്വലന്റായ വിമാനമാണ്. അമേരിക്കയിൽ നിന്ന് വിമാനമില്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ Su-57 വിമാനങ്ങൾ നൽകാൻ റഷ്യ തയ്യാറാണ്. അപ്പൊ ഇന്ത്യക്ക് എക്കാലത്ത് വേണ്ടിയിരുന്നത് വിമാനങ്ങളുടെ ഹാർഡ്വെയർ അല്ല, അതിന്റെ ടെക്നോളജിയാണ്. റഷ്യ തരാൻ തയ്യാറാണ്. വിമാനങ്ങൾ, MiG-29 ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതുപോലെ Su-57 ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ അനുവാദം ലഭിക്കുന്നിടത്തോളം കാലം ആ ഡീലിനാണ് ഇന്ത്യ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു നീക്കുപോക്ക് പ്രതീക്ഷിക്കാനാവില്ല. അതിനും പുറമെയാണ് ശവപ്പെട്ടിയിൽ ഏതാണ്ട് അവസാന ആണിയാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റ് 2 ദിവസം മുമ്പ് പാർലമെന്റിൽ നരേന്ദ്രമോദി അടിച്ചു വെച്ചത്. ട്രംപിന്റെ പേരൊന്നും എടുത്തു പറഞ്ഞില്ല, പക്ഷേ ലോകത്തെ ഒരു പുങ്കവനും ഞങ്ങൾക്ക് ഒരു സഹായവും ചെയ്തിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ പലരും ക്ലെയിമുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, അതൊക്കെ വെറുതെയാണ്. പാകിസ്ഥാന്റെ DGMO ഇന്ത്യയുടെ DGMOയെ, ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷനെ വിളിച്ച് ആവശ്യപ്പെട്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തയ്യാറായി, ഞങ്ങൾ ലക്ഷ്യങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു, ഞങ്ങൾ ഓപ്പറേഷൻ സിന്ധൂർ അനുസരിച്ചുള്ള ആക്രമണം അവസാനിപ്പിച്ചു. ട്രംപിന്റെ മുഖത്തേറ്റ അടിയാണ്. 29 പ്രാവശ്യമാണ് അത് ഞമ്മളാണ് എന്ന് ട്രംപ് പറഞ്ഞു വെച്ചത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം സിന്ധൂർ അവസാനിപ്പിച്ചത് ട്രംപിന്റെ ഇടപെടലാണ്. ട്രംപ് ടാരിഫ് കാര്യം പറഞ്ഞുകൊണ്ട് വിരട്ടി. ഇന്ത്യ പാകിസ്ഥാനും പേടിച്ച 2 മാൻപേടകളെ പോലെ ഒപ്പുവെച്ചു. അങ്ങനെയല്ല എന്ന് ഇന്ത്യ തറപ്പിച്ച് പറയുന്നു. അതുകൊണ്ട് ഒരു നടക്ക് ഇത് പോവില്ല. അതുകൊണ്ട് ഇന്ത്യക്ക് ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ അമേരിക്കയെ അല്ല, തേജസ് എയർക്രാഫ്റ്റിന് ഉൾപ്പെടെ എൻജിൻ നൽകാൻ അമേരിക്കയുടെ GE തയ്യാറായി, പക്ഷേ ഇതുവരെ സാധനം എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആയ തേജസിന് ബദലായി ഉപരിയായി ഇപ്പോൾ ഒരു മിഡ് റേഞ്ച് എയർക്രാഫ്റ്റ്, മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് അത് തദ്ദേശീയമായി വികസിപ്പിക്കാൻ പോകുന്നു. അവിടെയും റഷ്യൻ സഹായം നിർണായകമായി വന്നേക്കാം. ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കയോടുള്ള വിധേയത്വം പടിപടിയായി കുറച്ചു കൊണ്ടുവരിക, ഒരു ഹണിമീൻ, ഒരു ദുസ്വപ്നം പോലെ, അല്ലെങ്കിൽ അത്ര ഓർക്കാൻ താല്പര്യമില്ലാത്തൊരു സ്വപ്നം പോലെ നീങ്ങിപ്പോകുന്നതായിരിക്കും. ട്രംപ് വന്നപ്പോൾ ഉണ്ടായ ഒരു ഹൈപ്പ് കുറച്ചുകൂടി യാഥാർത്ഥ്യാധിഷ്ഠിതമായി ചിന്തിക്കണമെന്ന് ഇന്ത്യ ആഗ്രഹിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പറഞ്ഞത് സ്വാശ്രയം, അതായത് ഇൻഡിജിനസ് പ്രൊഡക്ഷൻ ഓഫ് വെപ്പൺസ്, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ ആയുധങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കണം. നമ്മൾ ഒരു രാജ്യത്തെയും കണ്ണടച്ച് അമേരിക്ക ഉൾപ്പെടെ വിശ്വസിക്കേണ്ട, റഷ്യ ഉൾപ്പെടെ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നതിന്റെ സൂചനയാണ്. അതുകൊണ്ട് അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം ചൈന നിയന്ത്രിച്ചതുപോലെ, ഇപ്പൊ ചൈനയുമായി $295 ബില്യൺ വ്യാപാര കമ്മിയാണ് അമേരിക്കയ്ക്കുള്ളത്. അപ്പൊ ചൈന വിരട്ടാവുന്നതിന്റെ പരമാവധി വരട്ടി. ചൈനയുമായി ഉള്ള വ്യാപാരത്തിൽ 30% കുറവുണ്ടായി. ഉഭയകക്ഷി വ്യാപാരത്തിൽ ചൈനീസ് എക്സ്പോർട്സ് ഫെൽ ബൈ 30%. പക്ഷെ ആകമാന ചൈനീസ് കയറ്റുമതി, ലോകത്തെ മറ്റ് രാജ്യങ്ങളുമായുള്ള ചൈനയുടെ കയറ്റുമതി കഴിഞ്ഞ 3 മാസം, ട്രംപ് വന്ന് ഇതെല്ലാം പറഞ്ഞതിന് ശേഷമുള്ള 3 മാസത്തിനുള്ളിൽ കൂടുന്ന കാഴ്ചയാണ് കണ്ടത്. ചൈനയ്ക്ക് പിടിച്ചു നിൽക്കാമെങ്കിൽ അമേരിക്കയുമായുള്ള വ്യാപാരം നിന്നുപോയാലും, കയറ്റുമതി പൂർണ്ണമായി നിന്നുപോയാലും അതിന്റെ ഇമ്പാക്ട് ഇന്ത്യ അസസ് ചെയ്തിരിക്കുന്നത് GDP വളർച്ചയിൽ ഒരു 0.2% കുറവ് വരും. 0.2% കുറവ് വരും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതൊരു കുറവല്ല. അത് പരിഹരിക്കാൻ മറ്റു രാജ്യങ്ങളും, യൂറോപ്യൻ യൂണിയനുമായും ചൈനയുമായി തന്നെ, ചൈനയുമായുള്ള രാഷ്ട്രീയ വൈജാത്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ചൈനയുമായും റഷ്യയുമായും ആഫ്രിക്കൻ രാജ്യങ്ങളുമായും എല്ലാം വർദ്ധിച്ച തോതിൽ വ്യാപാരം നടത്താമെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കും അത് ഗുണകരമാകും. ട്രംപിന്റെ ഈ ഒരു കടന്നുകയറ്റം ചെറുക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി മറ്റ് രാജ്യങ്ങൾക്ക് കൂടുതൽ വ്യാപാരത്തിൽ ഏർപ്പെടേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് അമേരിക്കയെ
സുഹൃത്തായി നിലനിർത്തി അവരുടെ പിഴിയലിന് വിധേയപ്പെടുന്നതിനേക്കാൾ നല്ലത് ശത്രുവെങ്കിൽ ശത്രു ഡീൽ ചെയ്യാൻ എളുപ്പമുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ അമേരിക്ക ഒരു കാലത്തും ഇന്ത്യയുടെ വളർച്ചയല്ല ആഗ്രഹിച്ചത് എന്ന് വേദനയോടുകൂടി ഇന്ത്യ തിരിച്ചറിയുന്നു. ചൈനയെ തളയ്ക്കാൻ ഏഷ്യയിൽ ഒരു പങ്കാളി അത് മാത്രമായിരുന്നു ഇന്ത്യ. ആ ബന്ധം അധികം കാലം ആ രൂപത്തിൽ നിൽക്കില്ല. കച്ചവടം ഒരുപക്ഷെ അമേരിക്കയെ തൽക്കാലം പ്രീതിപ്പെടുത്താൻ ഓഗസ്റ്റ് 24-ാം തീയതി 6ാം റൗണ്ട് ചർച്ചയ്ക്കായി അമേരിക്കൻ നെഗോഷിയേറ്റേഴ്സ് വരുന്നു. അവരെ തല്ലിപ്പിടക്കി വിടുക എന്ന ഇന്ത്യയുടെ നയമല്ല. കിട്ടാവുന്നതെല്ലാം വാങ്ങിയെടുക്കുക. ചില കാര്യങ്ങളിൽ ചില കൺസെഷൻസ് ഒക്കെ ഉണ്ടാവും. ഹാർലി ഡേവിഡ്സൺ ബൈക്ക് കുറവെണ്ണമേ ഇറക്കുമതി ചെയ്യുന്നുള്ളൂ, അതിനൊക്കെ ടാരിഫ് കുറയും. ചില കാര്യങ്ങളിൽ ടാരിഫ് കുറച്ചുകൊണ്ട് വരാം. പക്ഷേ പൂർണ്ണമായി അമേരിക്കയ്ക്ക് കീഴടങ്ങാൻ, വ്യാപാര യുദ്ധത്തിൽ കീഴടങ്ങാൻ തയ്യാറല്ല എന്ന ഇന്ത്യയുടെ ദൃഢനിശ്ചയം ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം എടുത്തു കഴിഞ്ഞു. അഭിനന്ദനങ്ങൾ.